പ്രിയ സ്നേഹിതരെ, നമ്മളൊക്കെ വികാരങ്ങളും വിചാരങ്ങളും ചിന്തകളുമൊക്കെ ഉള്ള ഒരു ജീവിയാണ്. നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന വികാരങ്ങളും വിചാരങ്ങളൊക്കെ നമ്മുടെ മുഖത്ത് കാണാൻ കഴിയും എന്നാണ് പറയപ്പെടുന്നത്. അതൊരു പരിധിവരെ വാസ്തവമാണ്. നമ്മളിൽ പലരും ലോല ഹൃദയമുള്ളവരാണ്, ചിലര് നല്ല ദൃഢഹൃദയമുള്ളവരുണ്ട്. ഞാൻ എന്തിനത് പറഞ്ഞെന്ന് ചോദിച്ചാൽ, നമുക്ക് ഉള്ളിൽ സന്തോഷം വരുമ്പോൾ ചിലരത് അടക്കി വെക്കും. അതേപോലെ ദുഃഖമോ സങ്കടമോ പ്രയാസമോ വരുമ്പോഴും അത് അടക്കി വെക്കും. പുറത്ത് ആരും കാണണ്ട, ആരും അറിയണ്ട എന്ന് കരുതി. ഒരു പൊടി കുഞ്ഞിനെ എടുത്ത് നോക്കിയാൽ അതിന് ഈ രീതിയിൽ നമ്മളൊക്കെ മുതിർന്നവർ ചെയ്യുന്നത് പോലെ അതിൻ്റെ വികാരം, സന്തോഷം, സങ്കടം ഒന്നും അടക്കി വെക്കാൻ കഴിയാതെ എപ്പോൾ ആ ഒരു തോന്നൽ ഉണ്ടാകുന്നുവോ അപ്പോൾ അതിൻ്റെ മുഖത്ത് അത് പ്രകടിപ്പിക്കുന്നു. സങ്കടം വരുമ്പോൾ ഒരു കരയുന്ന ഭാവവും സന്തോഷം വരുമ്പോൾ പുഞ്ചിരിക്കുന്ന ഭാവവും ഒരു കുഞ്ഞിൻ്റെ മുഖത്ത് നല്ലവണ്ണം കാണാൻ കഴിയും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ദൃഢഹൃദയമുള്ളവർ, പിടിച്ചു നിൽക്കാൻ കഴിവുള്ളവർ പലർക്കും മുഖത്ത് കാണിക്കുവാൻ അവസരം കൊടുക്കാതെ ഹൃദയത്തിൽ ദുഃഖങ്ങളൊക്കെ ഒളിച്ചു വെക്കുന്നവരുണ്ട്. അതായത് അടക്കി വെക്കുക എന്ന് പറയും. ചിലർക്ക് സന്തോഷമുണ്ടെങ്കിലും ഞാൻ മാത്രം സന്തോഷിച്ചാൽ മതി, മറ്റാരും അത് അറിയണ്ട എന്ന് കരുതുന്നവരുണ്ട്. ഇനിയും വ്യാജഭാവം എൻ്റെ ഉള്ളിലുണ്ടെങ്കിലോ, കള്ളത്തരം ചെയ്യാനുള്ള ഭാവം എന്നിലുണ്ടെങ്കിലോ, ഇതൊക്കെ പലപ്പോഴും പലരുടെയും മുഖത്ത് ഏതെങ്കിലുമൊക്കെ രീതിയിൽ കാണാൻ ഇടയാകും എന്നുള്ളതാണ്. പോലീസിനോ കസ്റ്റംസിനോ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ നമ്മുടെ മുഖഭാവങ്ങൾ വായിച്ചറിയാനും കണ്ട് മനസ്സിലാക്കാനൊക്കെ കഴിയും. അതിനുള്ള പരിശീലനം അവർക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളതാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സന്തോഷം അത് പ്രകടമാക്കുമ്പോൾ അത് കാണുകയും അറിയുകയും അനുഭവിക്കുകയും നമ്മളോടൊപ്പം സന്തോഷം പങ്കിടുവാൻ നമ്മൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ആരെങ്കിലുമൊക്കെ അന്വേഷിക്കും. ആരുടെയെങ്കിലും കൂടെ നമ്മുടെ സന്തോഷം പങ്കിടാൻ നമുക്ക് ഭയങ്കര താല്പര്യമാണ്. എന്നാൽ ഒരു ദുഃഖം വരുമ്പോൾ, ഒരു ക്ഷീണം വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ അങ്ങനെയല്ല നമ്മൾ ചിന്തിക്കുന്നത് നമ്മുടെ ദുഃഖം നമുക്ക് മാത്രം ഇരിക്കട്ടെ, മറ്റാരെയും അറിയിക്കണ്ട എന്ന് ചിന്തിക്കും. എന്നാൽ ആരെങ്കിലും ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു നല്ല വാക്ക്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആശ്വാസ വാക്ക് നമ്മളോട് പറയാൻ ഇടയായാൽ ഒരു പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ദുഃഖം അണപൊട്ടി ഒഴുകുക എന്ന് പറയുന്നത് പോലെ പൊട്ടി പുറത്തേക്ക് വരികയും നമ്മൾ പൊട്ടിക്കരഞ്ഞു പോവുകയും ചെയ്യുന്ന അനുഭവങ്ങൾ പലർക്കും ഉണ്ടായിട്ടുണ്ട്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ അടക്കി വെച്ചപ്പോൾ ഒരാൾ വന്ന് അതിൻ്റെതായ നല്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ആശ്വാസ വാക്ക്, ഒരു നല്ല വാക്ക് പറഞ്ഞപ്പോൾ, ഒരു നല്ല ഗുണദോഷം നിന്നപ്പോൾ, ഒരു നല്ലൊരു ആശയം പങ്കിട്ടപ്പോൾ എൻ്റെ സങ്കടം അടക്കി വച്ചിരുന്നത് പുറത്തേക്ക് പെട്ടെന്ന് വരുവാനും കരയുവാനും ഒക്കെ ഇടയായി തീർന്നു. ഞാൻ പറയട്ടെ, നമ്മളുടെ വിചാരങ്ങൾ മറ്റുള്ളവരുമായി പങ്കിടുവാൻ നാം ആഗ്രഹിക്കുന്നത് പോലെ തന്നെ ദൈവവുമായി പങ്കിടുവാൻ നമുക്ക് അവസരമുണ്ട്. സന്തോഷം വരുമ്പോൾ, തൃപ്തികരമായ അനുഭവങ്ങൾ വരുമ്പോൾ, നമുക്ക് സമാധാനം വരുമ്പോൾ, ആശ്വാസം വരുമ്പോൾ അതും പങ്കിടുവാൻ, ദൈവവുമായി പങ്കിടുവാൻ നമുക്ക് സാധിക്കും. ദൈവം നമ്മളെ നോക്കുന്നു, നമ്മുടെ ഹൃദയങ്ങളെ അറിയുന്ന ദൈവം നമ്മുടെ നനവുകളെയും ചിന്തകളെയും വികാരങ്ങളെയും ഒക്കെ വ്യക്തമായി അറിയുന്നത് കൊണ്ട് നമ്മുടെ സന്തോഷം ദൈവവുമായി പങ്കിടാം. ദൈവത്തിന് നന്ദി പറയുന്ന രീതിയിലാകട്ടെ നമ്മുടെ സന്തോഷം പങ്കിടുന്നത്. ഈ ദുഃഖമാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രയാസം വരുമ്പോൾ അതും പങ്കിടുവാൻ ദൈവം നമ്മുടെ സമീപത്തുണ്ട്. ഞാൻ നിങ്ങളുടെ സമീപത്ത് ഉണ്ട് എന്നുള്ള ആശ്വാസവാക്ക്, നമ്മളെ ആശ്വസിപ്പിക്കുന്ന, തലോടുന്ന, മാറോട് അണയ്ക്കുന്ന സ്നേഹനിധിയായ ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. പലപ്പോഴും ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. സന്തോഷത്തിൻ്റെ വേളകളിലും ദുഃഖത്തിൻ്റെ വേളകളിലും ഈ ദൈവത്തിനടുക്ക് ചെന്നിട്ട് ദൈവമായി എൻ്റെ സന്തോഷവും സങ്കടവും പങ്കിടുമ്പോൾ എൻ്റെ ഭാരം കുറയുന്നത്, എനിക്കൊരു പ്രത്യേക ഒരു ചൈതന്യം വരുന്നതൊക്കെ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട്. അങ്ങനെയുള്ള അനുഭവങ്ങൾ പ്രാപിപ്പാൻ ഈ ദൈവത്തിനടുക്കിലേക്ക് നമുക്ക് ചെല്ലാം. ജീവനുള്ള ദൈവം പറയുന്നു, ഞാൻ നിങ്ങളെ ഒരു നാളും
കൈവിടുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല. ഇനി ദൈവത്തിൻ്റെ അടുക്കൽ ചെന്ന് ദൈവവുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞൊരു ദിവസം പറഞ്ഞതുപോലെ, മൊബൈൽ ഫോണുകൾ തമ്മിൽ എങ്ങനെയാണ് ഒന്ന് മറ്റൊന്നിനോട് ബന്ധപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായി അറിയില്ല എങ്കിലും ദൈവവുമായി ബന്ധപ്പെടുന്നതും പലർക്കും അറിയില്ല. എങ്ങനെയാണ് ദൈവവുമായി ഞാൻ എങ്ങനെയാണ് എൻ്റെ വികാരങ്ങളും വിചാരങ്ങളും പങ്കിടേണ്ടത് എന്നും പലർക്കും അറിയില്ല. എന്നാൽ മനുഷ്യരെക്കാൾ കൂടുതൽ നമുക്ക് ദൈവത്തെ വിശ്വസിക്കാൻ കഴിയും. മനുഷ്യരെക്കാൾ കൂടുതൽ ആത്മാർത്ഥത ദൈവത്തിനുണ്ട്. മനുഷ്യരെക്കാൾ കൂടുതൽ വിശ്വസ്തത ദൈവത്തിനുണ്ട്. മനുഷ്യരെക്കാൾ കൂടുതൽ ആശ്വാസ വാക്കുകൾ പറയുവാൻ ദൈവത്തിന് കഴിയും. മനുഷ്യരെക്കാൾ കൂടുതൽ നമ്മെ നല്ലവണ്ണം അറിയുന്ന ഒരു ദൈവമാണ് നമ്മുടെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലാം, ദൈവവുമായി ബന്ധപ്പെടാം. എങ്ങനെയാണ് ദൈവവുമായി നമുക്ക് ബന്ധപ്പെടാൻ കഴിയുന്നത്? ദൈവത്തോട് നമുക്ക് സംസാരിപ്പാൻ കഴിയും. ദൈവം നമ്മളോട് സംസാരിക്കും. ദൈവത്തെക്കുറിച്ച് പറയുന്നത് ദൈവം ആത്മാവാകുന്നു. ആത്മാവായ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം, സ്തുതിക്കണം എന്ന് പറയുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ചിന്തിപ്പാൻ ഇടയാകട്ടെ. വരും ദിവസങ്ങളിൽ ദൈവം നമ്മെ സഹായിക്കട്ടെ.